വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ആ ഒരു ശ്മശാന ഭൂമിയിൽ നിന്നുകൊണ്ട് തന്നെ ശിവനാണെങ്കിൽ കുറേ ആ വിഷ്ണുവിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മിക്കുന്നുണ്ട്. അതിനുശേഷം ശിവൻ പെട്ടെന്ന് ഫോൺ എടുത്ത് ശാലിനിയെ വിളിക്കുകയാണ്. അന്നേരം ശാലിനിയോട് ഉറക്കമായിരിക്കുന്നു. സത്യയോടും പപ്പയോടും ചേർന്ന് കിടന്നിങ്ങനെ ഉറങ്ങുകയാണ്. അന്നേരം ശിവൻ ബെല്ലടിക്കുമ്പോൾ ഫോൺ എടുത്ത് ലൈറ്റ് ഇട്ട് നോക്കുന്നുണ്ട്. അന്നേരം ശിവനാണല്ലോ എന്ന് പറഞ്ഞിട്ട് സമയം നോക്കുമ്പോൾ ഒരു 11:30 മണിയൊക്കെ കഴിഞ്ഞിരുന്നു. അന്നേരം ഈ സമയത്ത് എന്താണെന്ന് പറഞ്ഞ് ഹലോ എന്ന് പറഞ്ഞ് വെക്കുന്നുണ്ട്, എടുക്കുകയാണ്. അന്നേരം ഹലോ ശാലിനി, ഇവിടെ വന്ന് നിന്നപ്പോൾ എനിക്കൊന്ന് വിളിക്കണമെന്ന് തോന്നി എന്ന് പറയുകയാണ്. അന്നേരം ശാലിനി ഇങ്ങനെ സംശയിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, കുട്ടികൾ ശാലിനിക്ക് സുഖമല്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ശിവൻ ഇങ്ങനെയൊന്നും സംസാരിക്കാറില്ലല്ലോ, ഇതിപ്പോൾ എന്തൊക്കെ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ശിവൻ ഇങ്ങനെ ഹലോ ഹലോ എന്നാക്കുന്നുണ്ട്. അന്നേരം ശാലിനി ഇങ്ങനെ ഒരു ക്ഷമ എന്ന പോലെ കാണിച്ചിട്ട് ഫോൺ ചെവിയിലേക്ക് വയ്ക്കുന്നുണ്ട്. എന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് സുഖമല്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം കുഞ്ഞുങ്ങളെ ശാലിനി ഇങ്ങനെ നോക്കുന്നുണ്ട്. അവരെ നന്നായിട്ട് നോക്കണം, അവരുടെ വാശിക്ക് മുന്നിൽ ദേഷ്യപ്പെടരുത്, സ്നേഹത്തോടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം, പിന്നെ അച്ഛനെയും അമ്മയും നന്നായിട്ട് നോക്കണം, അമ്മ കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ടെന്നുള്ള പാവമാണ്, അച്ഛനും അതുപോലെ തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ ശാലിനി സംസാരിക്കുകയാണ്. അന്നേരം ശാലിനിയോട് ശിവനിങ്ങനെ സംസാരിക്കുന്നുണ്ട്. അന്നേരം ശാലിനിക്ക് അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട്. അന്നേരം ശാലിനി ആകെ ക്ഷമമായിട്ട് ഇങ്ങനെ പറയുകയാണ്, ശിവൻ എന്തൊക്കെയായി പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം പെട്ടെന്ന് ശിവനെല്ലാം എന്തോ ഒരു ബോധം വന്ന പോലെ ശിവനിങ്ങനെ ഫോൺ മാറ്റിയിട്ട് ചുറ്റും നോക്കുകയാണ്. എന്നിട്ട് ആ ഒരു ചിതയൊക്കെ കാണുമ്പോൾ ശിവന് ആ പഴയ ഇത് വരുന്നുണ്ട്, ഒരു വിഷ്ണുവിൻ്റെ ഓർമ്മ വന്നപ്പോൾ പെട്ടെന്ന് എന്തോ പോലെ സംസാരിച്ചതാണ് അത് കാണിക്കുന്നത്. അന്നേരം ശാലിനി പറയുന്നുണ്ട്, രേഷ്മ അറിയാതെ എവിടെ പോയി മദ്യപിച്ചല്ലേ, ഇനി ബോധത്തോടെ അല്ലല്ലേ സംസാരിക്കുന്നതെന്നൊക്കെ ശാലിനി പറയുന്നുണ്ട്. പക്ഷേ അത് ഫോണിങ്ങനെ മാറ്റി പിടിച്ചുകൊണ്ട് ശിവൻ കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു. പിന്നീട് ഹലോ എന്നിങ്ങനെ ശാലിനി വയ്ക്കുമ്പോൾ ശിവൻ പെട്ടെന്ന് ചെവിയിലെ ഫോൺ വയ്ക്കുന്നുണ്ട്. അന്നേരം ഞാൻ എന്തൊക്കെയോ പറഞ്ഞു അല്ലേ ശാലിനി, സോറി കേട്ടോ, ഞാൻ ബോധമില്ലാതെയാണ്, ബോധത്തോടെ അല്ല പറഞ്ഞത്, എന്തൊക്കെയോ പറഞ്ഞു, അതൊക്കെ എല്ലാത്തിനും സോറി എന്ന് പറഞ്ഞിട്ട് ശിവൻ പെട്ടെന്ന് ഫോൺ വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ശിവനിങ്ങനെ ചുറ്റും ഇങ്ങനെ നോക്കുകയാണ്. അന്നേരം ഇത് എന്തൊക്കെയാണെന്ന് പറഞ്ഞ് ശാലിനി ഇങ്ങനെ ആലോചിച്ച്, ഇങ്ങനെ സംസാരിക്കാറില്ലല്ലോ ശിവൻ, ഇനിയിപ്പോൾ മദ്യവെച്ചിട്ടാണോ എന്നൊക്കെ ആലോചിച്ച് ശാലിനി ഇരിക്കുന്നുണ്ട്. തുടർന്ന് ശിവനാണെങ്കിൽ അവിടെ നിന്ന് തന്നെ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഒരാൾ സൈക്കിളിൽ ഇങ്ങനെ വരുന്നുണ്ട്. അന്നേരമാണെങ്കിൽ അയാൾ ആ ഒരു ആംബുലൻസ് ഡ്രൈവറെയാണെന്ന് തോന്നുന്നു കാണിക്കുന്നത്. മുമ്പ് ആ ഒരു മാരിയപ്പൻ എന്ന് പറയുന്നൊരു ആംബുലൻസ് ഡ്രൈവർ ഒന്നുമല്ല, അയാളാണെന്ന് തോന്നുന്നു കാണിക്കുന്നത്. അയാളിങ്ങനെ സൈക്കിളും കൊണ്ട് ഇങ്ങനെ നടന്നു വരുമ്പോൾ ഈ ഒരു ശ്മശാന ഭൂമിയിൽ ഇങ്ങനെ ശിവൻ നിൽക്കുന്നുണ്ട്. അയാൾ പേന്ന് പ്രേതമെന്നും പറഞ്ഞ് അയാൾ പെട്ടെന്ന് ബോധം കെട്ടങ്ങ് വീഴുകയാണ്. അന്നേരം ശിവൻ ഓടി ചേട്ടാ എന്ന് ഓടി ചെല്ലുന്നുണ്ട്. അയാളിങ്ങനെ കുലുക്കി വിളിക്കുകയാണ്. അന്നേരം അത് പ്രേതമല്ല എന്നുള്ളത് അയാൾ മനസ്സിലാവും. ചേട്ടാ ആരാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം നിങ്ങൾ ആരാന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു വഴിപോക്കനാണെന്ന് പറയുന്നുണ്ട്. അന്നേരം കഴിച്ചതൊക്കെ കെട്ടിറങ്ങിയിട്ട് താഴെ വീട്ടിലേക്ക് പോയാൽ മതി, അല്ലെങ്കിൽ വീട്ടിൽ ആളെണ്ണം കുറയും എന്ന് പറഞ്ഞിട്ട് അയാൾ സൈക്കിൾ കെട്ടണം വന്ന് സൈക്കിളൊക്കെ പോകുന്നുണ്ട്. സൈക്കിൾ ഞാൻ എടുത്ത് തരാമെന്ന് പറഞ്ഞ് ശിവൻ സൈക്കിളൊക്കെ എടുത്ത് നേരെ വെച്ച് കൊടുത്തിട്ട് ശിവനാണെങ്കിൽ അങ്ങ് ജീപ്പിലേക്ക് കയറുന്നുണ്ട്. അന്നേരം ഇയാളിങ്ങനെ ആലോചിക്കുകയാണ്, അയാൾ എന്താ അങ്ങനെ പറഞ്ഞത് എന്നിങ്ങനെ ആലോചിച്ച് ഇയാൾ നിൽക്കുന്നുണ്ട്. ശിവൻ വണ്ടി എടുത്ത് പോകുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് ആ രാത്രി തന്നെയാണ്. മഹേന്ദ്രനാണെങ്കിൽ ഒരു ചതുപ്പ് നില എന്ന പോലെ ഒരു സ്ഥലത്ത് ഇങ്ങനെ പുല്ലിൻ്റെ ഇടയിൽ ഇങ്ങനെ കമന്ന് കിടക്കുന്നതാണ് കാണിക്കുന്നത്. തുടർന്ന് ഒരു രണ്ട് പേരാണെങ്കിൽ വേലായുധൻ്റെ വീട്ടിലേക്ക് ഓടി വരുന്നുണ്ട്. ഇവർ റാണിയും ചന്ദ്രയൊക്കെ താമസിക്കുന്ന ആ ഒരു വീട്ടിലേക്കാണ് വേലായുധ എന്നും പറഞ്ഞ് വിളിച്ച് വരുന്നുണ്ട്. അന്നേരം റാണിയാണ് വാതിൽ തുറക്കുന്നത്. അന്നേരം വേലായുധൻ എവിടെയും ചോദിക്കുന്നുണ്ട്. അച്ഛൻ പഴയ വീട്ടിലാണ്, ഇതിനപ്പുറത്താണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം നിർമ്മലയും ചന്ദ്രയും ഒക്കെ അകത്തു നിന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. അന്നേരം ഞങ്ങൾ അവിടെ പോയി കണ്ടോളാം എന്നും പറഞ്ഞ് ഇവരങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് വേലായുധൻ വീടിയും വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അന്നേരം എന്താ കാര്യം ചോദിക്കുമ്പോൾ ഒരു ശവം മറിഞ്ഞ് കിടപ്പുണ്ട്, ആക്സിഡൻ്റ് ആയൊന്നുമല്ല, ആരോ കൊണ്ടുവന്നിട്ടതാണെന്ന് തോന്നുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം വയ്യാവേലി ആവുമെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഞങ്ങളിതൊക്കെ കണ്ടിട്ടില്ല, കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ ഇങ്ങനെയും പറഞ്ഞാണ് മുന്നേ പോയിട്ടുള്ളതെന്നൊക്കെ വേലായുധൻ പറയുന്നുണ്ട്. തുടർന്ന് എങ്കിൽ പോയി നോക്കാമെന്ന് പറയുമ്പോൾ റാണിയോട് പറയുന്നുണ്ട് വാതിലടച്ച് കിടന്നോളാം. അന്നേരം അച്ഛാ അതെന്ന് പറയുമ്പോൾ കുഴപ്പമൊന്നുമില്ല, വാതിലടച്ചു എന്നിങ്ങനെ പറഞ്ഞിട്ട് അവരോടൊപ്പം എവിടെയാണെന്ന് പറയുമ്പോൾ ഓവർ ബ്രിഡ്ജിൻ്റെ താഴെയാണെന്ന് പറഞ്ഞുകൊണ്ട് അവരോടൊപ്പം വേലായുധം പോകുന്നുണ്ട്. അന്നേരം നിർമ്മല വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ ഇതൊക്കെ ചോദിക്കുമ്പോൾ ഇതൊക്കെ ഇവിടെ സ്ഥിരം ഉള്ളത് തന്നെയാണ്, വഴിയെ പോകുന്ന വയ്യാവേലിയല്ല, അച്ഛൻ പിടിച്ചു വയ്ക്കും എന്നിങ്ങനെ പറയുന്നുണ്ട്. അതായത് നിർമ്മലയ്ക്ക് എന്തോ ഒരു വിഷമം പോലെ കാണിക്കുന്നുണ്ട്. അതേസമയം മഹേന്ദ്രൻ അവിടെ ഇങ്ങനെ ആ ഒരു പുല്ലിൻ്റെ പുറത്ത് ഇങ്ങനെ കമഴ്ന്ന് കിടക്കുന്ന ആ ഒരു സീനും കാണിക്കുന്നുണ്ട്. ഇതേസമയം ശിവനാണെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് തിരികെ എത്തുന്നുണ്ട്. എന്നിട്ട് ഒരു കസേര ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് പോയി കിടക്കാനുള്ള ഒരു ഏർപ്പാടിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ചിലപ്പോൾ കോരിയിട്ടിട്ട് അങ്ങോട്ട് കിടക്കുകയാണ്. അന്നേരം ഒരു അറ്റൻഡർ വന്ന് പറയുന്നുണ്ട് ഇവിടെ കിടക്കാനായിട്ട് പറ്റില്ല എന്ന് പറയുകയാണ്. അന്നേരം പിന്നെ എവിടെ കിടക്കും, ഞാൻ പേഷ്യൻ്റെ കൂടെ വന്ന് ബൈസ്റ്റാൻഡർ ആണെന്ന് പറയുമ്പോൾ റിസപ്ഷൻ അപ്പുറത്താണ്, അവിടെ റെസ്റ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അന്നേരം ശിവൻ അങ്ങോട്ട് എഴുന്നേൽക്കുകയാണ്. ഇപ്പോൾ ബൈസ്റ്റാൻഡർക്കൊന്നും ഒരു വിലയില്ല, റിസപ്ഷൻ എങ്കിൽ റിസപ്ഷൻ പോയി നോക്കാം, എല്ലായിടും ഒരേപോലെ എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ട് അറിയത്തൊന്നുമില്ല എന്ന് പറഞ്ഞ് ശിവൻ അങ്ങോട്ട് മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ശിവൻ
ശിവൻ ചെല്ലുന്നത് വീണ്ടും ഒരു ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ മുന്നിലേക്ക് തന്നെ ചെല്ലുന്നുണ്ട്. ശിവനാണെങ്കിൽ അങ്ങ് ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അകത്തേക്ക് കയറുകയാണ്. അകത്തേക്ക് കയറുമ്പോൾ അവിടെ പേഷ്യൻ്റ് ഒന്നുമില്ല. ആ ബെഡ് ഇങ്ങനെ വിരിച്ചിരിക്കുന്നു, ബാക്കി സജ്ജീകരണങ്ങളെല്ലാം അതേപോലെ ഇങ്ങനെ ഇരിക്കുകയാണ്. അന്നേരം പെട്ടെന്ന് അതിനകത്തേക്ക് കയറുമ്പോൾ ആ ഒരു വിഷ്ണുവിൻ്റെ ഓപ്പറേഷൻ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അന്നേരം ആ ബെഡിലേക്ക് നോക്കിയിട്ട് ശിവൻ പറയാണ്, ഇത്രയും നല്ലൊരു സൗകര്യമൊക്കെ കിടക്കുമ്പോൾ റിസപ്ഷൻ തിരക്കി പോകണേ എന്തിനാന്ന് പറഞ്ഞ് ശിവൻ ആ ഒരു ബെഡിലേക്ക് ഇങ്ങനെ കയറി കിടക്കുന്നുണ്ട്. അപ്പോൾ ശിവൻ എന്തൊക്കെയോ ഇങ്ങനെ മനസ്സിലൂടെ ഇങ്ങനെ ഓടുകയാണ്, ഒരു ഓർമ്മ എന്ന പോലെ തനിക്ക് എന്തോ സംഭവിച്ച പോലെയുള്ള ഓർമ്മകളൊക്കെ ശിവൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട്, ഓപ്പറേഷൻ ചെയ്യുന്നതായിട്ടും. എന്നിട്ട് ആ നെഞ്ചിൻ്റെ ഭാഗത്തേക്ക് ശിവനാണെങ്കിൽ പതിയെ ഇങ്ങനെ കൈ കൊണ്ടുപോയി പിടിക്കുന്നു. എന്നിട്ട് അതെല്ലാം ഇങ്ങനെ നോക്കി കിടക്കുകയാണ്. ഇതേസമയം വേലായുധനും ആ രണ്ടുപേരും കൂടി ആ ഒരു വണ്ടി ആക്സിഡൻ്റ് ആയ ഒരു സ്ഥലം തന്നെയാണ് ആ മഹേന്ദ്രൻ്റെ. അവർ ഡെയ്സിയും പിന്നെ ഡേവിസും ആണെങ്കിൽ മഹേന്ദ്രൻ ഹോസ്പിറ്റലിൽ എത്തിയില്ല. ആ വണ്ടിയിൽ നിന്ന് ഇറക്കി ആ മുന്നിലേക്ക് തന്നെ ആ ചതുപ്പിലേക്ക് ഇങ്ങനെ മറിച്ചിടുകയാണ് ചെയ്യുന്നത്. അവരെന്തെങ്കിലും ചെയ്തോന്ന് കാണിക്കുന്നില്ല. അന്നേരം ഇവർ ചെല്ലുമ്പോൾ ഇങ്ങനെ മറിഞ്ഞു കിടക്കുന്നതാണ്. അങ്ങനെ തല ഇങ്ങനെ നേരെ ആക്കുന്നുണ്ട്. അന്നേരം മൂക്കിൽ നിന്നൊക്കെ ബ്ലഡ് പോകുന്നുണ്ട്. അന്നേരം വേലായുധന് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്, ഇത് മണിക്കുത്ത് മഹേന്ദ്രനല്ലേ, പിന്നെ മുതലാളി ശിവൻ്റെ അച്ഛൻ എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് മൂക്കിലേക്ക് ഇങ്ങനെ വിരൽ വെച്ച് നോക്കുമ്പോൾ ആൾക്ക് ജീവനുണ്ട്, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാമെന്ന് പറഞ്ഞ് അവരെല്ലാവരും കൂടി പിടിച്ച് എടുക്കുന്നുണ്ട് മഹേന്ദ്രനെ. എന്നാൽ ഡേവിസും കൂടി വീട്ടിലെത്തുന്നുണ്ട്. അന്നേരം മഹേന്ദ്രൻ ആരെയും ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് വയ്ക്കുകയാണ്. അന്നേരം എന്തായി കാര്യങ്ങൾ, നിങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിച്ചോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അതിനെ കൊണ്ടുവന്നാൽ ഞങ്ങൾക്ക് സാധിച്ചില്ല, അപ്പുറത്തേക്ക് മാറ്റി കിടത്തിയിട്ടുണ്ട്, അതിലേ പോണ ആരെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിച്ചോളൂ എന്ന് പറയുകയാണ്. അന്നേരം ഞാൻ പറയുന്നതെന്ന് നിങ്ങൾ ചെയ്യുന്നതെന്ന് എന്താ കേൾക്കാത്തതെന്നും പറഞ്ഞ് യോഹന്നാൻ ദേഷ്യപ്പെടുകയാണ്. അന്നേരം അപ്പൻ എന്തിനാ ഇത്രയും സെൻറ്റിമെൻറ്റ്സ്, അയാൾ നമ്മുടെ ശത്രുവല്ലേ, അയാൾ തീരട്ടെ എന്നൊക്കെ, ഈ കിടന്ന കിടപ്പിലാണെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ അയാൾ തീർന്നു കാണും, അല്ലെങ്കിൽ വഴിയെ പോണ അവിടെ വന്ന ആരെങ്കിലും പിന്നീട് ഹോസ്പിറ്റലിൽ എത്തിച്ചു കാണും എന്നൊക്കെ ഇങ്ങനെ ഡേവിസ് പറയുന്നുണ്ട്. അന്നേരം യോഹന്നാൻ പറയുകയാണ്, നിങ്ങളോട് ഞാൻ അങ്ങനെയല്ലേ പറഞ്ഞത്, മഹേന്ദ്രൻ ജീവിച്ചിരുന്നാലല്ലേ ഈ യോഹന്നാൻ വെട്ടിപ്പിടിക്കുന്നതൊക്കെ കാണാനായിട്ട് പ്രതികാരം ചെയ്യാനും ഒക്കെ ആൾ വേണ്ടേ, പിന്നെ ഞാൻ ഈ സമ്പാദിച്ചു കൂട്ടുന്നതും വെട്ടിപ്പിടിക്കുന്നതൊക്കെ എന്തിനു വേണ്ടിയാണ്, ഒരു കഥയിൽ വില്ലനോ നായകനോ ഒരാളല്ല വേണ്ട, 2 പേരും വേണം, എങ്കിലേ അതൊരു നല്ല ഒരു ക്ലൈമാക്സിലേക്ക് എത്തുകയുള്ളൂ. അതുകൊണ്ട് അങ്ങനെ കപ്പലണ്ടി വാങ്ങിച്ചു കിടന്ന കാലം മുതൽ ഞാനും ഒരുമിച്ച് നടന്നതാണ്, എൻ്റെ വിജയിക്കുമ്പോൾ അവൻ തോൽവിക്കാരനായിട്ട് മറുവശത്തുണ്ടാകണം എന്നൊക്കെ യോഹന്നാൻ പറയുന്നുണ്ട്. അന്നേരം ഡേസി ചോദിക്കുന്നുണ്ട്, അപ്പൻ എന്താ പറയുന്നത്, ഇനിയിപ്പോൾ ഞങ്ങൾ പോയി ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് ചോദിക്കുകയാണ്. അന്നേരം ഇനി അത് വേണ്ട, പിന്നെ ഇനി ഇവിടെ നടക്കേണ്ടത് നിങ്ങളുടെ കല്യാണമാണ്, അതിൻ്റെ ഇടയിൽ ഇതൊന്നും ആരും അറിയണ്ട, ഇതൊന്നും വേണ്ട, ഇനി നിങ്ങളിത് കണ്ട കാര്യമൊന്നും ആരോടും പറയുകയെന്ന് വേണ്ട എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ ഡേസി പറയുന്നുണ്ട്, അത് തന്നെയാണ് വേണ്ടത്, ശിവനോടുള്ള ആദ്യ പ്രതികാരം, അവനും അച്ഛനും ഒക്കെ നിന്ന് കത്തണം, അവനെ ഞാൻ കത്തിക്കും എന്നൊക്കെ പറഞ്ഞ് അവനെ ഞാൻ മുൾമുനയിൽ നിർത്തും എന്നൊക്കെ ഇങ്ങനെ കുറേ ഡയലോഗ് ഡേസി ഇങ്ങനെ വീറും വാശിയോടും കൂടി പറയുന്നുണ്ട്. അന്നേരം ഇതൊക്കെ കണ്ട് യോഹന്നാൻ ആകെപ്പാടെ അങ്ങോട്ട് സന്തോഷമാവുകയാണ്. അന്നേരം എൽസമ്മയും വന്ന് ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് പിന്നെ ശാലിനിയും പിന്നെ അനുപല്ലവിയും കൂടി ഒരു റോഡ് സൈഡിൽ വെച്ച് ഇങ്ങനെ അവർ കാണുന്നതാണ്. രാമേട്ടനും ഒക്കെ ഉണ്ട്, കളക്ടർ ഓഫീസിൻ്റെ ഫ്രണ്ടാണെന്ന് തോന്നുന്നു. അന്നേരം ഞാൻ പറഞ്ഞതിനെ പറ്റി ഹോസ്പിറ്റലിനെ പറ്റി അന്വേഷിച്ചു എന്നിങ്ങനെ അനുപല്ലവിയോട് ചോദിക്കുകയാണ്. അന്നേരം അഴിമതിയുടെ ഒരു കൂടാരം തന്നെയാണ്, പിന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ളത് തന്നെയാണ്, സാധാരണക്കാരുടെ പേരിൽ അവരുടെ പിന്നെ വെറുതെ അവർക്കുള്ള സാധനങ്ങളൊക്കെ വരുന്നുണ്ട്, പക്ഷേ അതൊന്നും അവിടെ ആ സൗജന്യ ചികിത്സയൊന്നും നടക്കുന്നില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ശരിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അതൊക്കെ ശരി തന്നെയാണ്, കുറേ പേര് ബലിയാടാവുകയാണ്, ശസ്ത്രക്രിയക്കുള്ള കിറ്റുകളൊക്കെ അവിടെ വരുന്നില്ലേ ചോദിക്കുക എന്നൊക്കെ, അതൊക്കെ വരുന്നുണ്ട്, പക്ഷേ അതൊക്കെ ഒന്നും സാധാരണക്കാരിലേക്ക് എത്തിക്കില്ല. ഇവരാണെങ്കിൽ പൈസ കൊടുത്ത് കിറ്റൊക്കെ വാങ്ങിക്കാനായിട്ട് പറയും, പക്ഷേ അത് ഈ ഡോക്ടർമാർ പറയുന്ന സ്ഥലങ്ങളിൽ നിന്നാണ് വാങ്ങുന്നത്. അത് ഇവർ പറയുന്ന പൈസ കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് വരികയും ചെയ്യും, അത് ഈ രോഗിയുടെ ബൈസ്റ്റാൻഡർമാർ കൊണ്ടുവന്ന് ഡോക്ടറെ ഏൽപ്പിക്കുകയും ചെയ്യും. പക്ഷേ അത് ഉപയോഗിച്ചൊന്നും ശസ്ത്രക്രിയയൊന്നും അവിടെ നടക്കത്തുമില്ല. ഈ കിറ്റുകളെല്ലാം തിരിച്ച് വാങ്ങിച്ച സ്ഥലത്ത് തന്നെ അതേ പൈസയ്ക്ക് അവർ തിരിച്ചെടുക്കുകയും ചെയ്യും. അപ്പോൾ ആ ഒരു പൈസ ഈ ഡോക്ടർമാർക്കും വാങ്ങിക്കുന്ന കമ്പൗണ്ടർമാർക്കും അങ്ങനെയുള്ള എല്ലാവരും കൂടി വീതിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് കുറേ അഴിമതികൾ അവിടെ മൊത്തം നടക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഒരു കച്ചവടം പോലെ തന്നെയാണെന്ന്, ഒരു സൈക്കിൾ ബിസിനസ് എന്ന പോലെയാണ്, അവർ വാങ്ങിച്ചുകൊണ്ട് വരുന്നു, ഇവർ ഏൽപ്പിക്കുന്നു, വീണ്ടും തിരിച്ച് അവിടത്തേക്ക് എത്തുന്നു, പൈസ ഇവർക്ക് തന്നെ കിട്ടുകയും ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അന്നേരമാണെങ്കിൽ പിന്നെ അപ്പോൾ ആ ഒരു ശാലിനിയാണെങ്കിൽ ഇതെല്ലാം ഇങ്ങനെ മനസ്സിൽ കാണുന്നുണ്ട്. ഒരു രോഗിയുടെ കൂട്ടിരിപ്പുകാരനോട് ഈ സാധനങ്ങൾ പോയി വാങ്ങിച്ചുകൊണ്ട് വരുന്നത് ആ ഡോക്ടർ തന്നെയാണ് കാണിക്കുന്നത്, തോമസ് കുര്യനെ തന്നെയാണ് കാണിക്കുന്നത്, അയാൾ ഇതിലുള്ളതാണെന്ന് തോന്നുന്നു. ഈ ഞാൻ പറയുന്ന സ്ഥലത്തുനിന്ന് വാങ്ങിയാൽ മതി എന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ കിട്ടും, പൈസ കുറച്ച് കിട്ടും എന്നൊക്കെ ഇയാളോട് പറയുന്നുണ്ട്. അന്നേരം അയാൾ അവിടെ നിന്ന് പോയി വാങ്ങിച്ചുകൊണ്ട് വരുന്നു, എന്നിട്ട് തിരിച്ച് ഡോക്ടറെ കൊടുക്കുന്നു. ഡോക്ടർ കമ്പൗണ്ടർ ആണെങ്കിൽ വീണ്ടും അത് കടയിൽ തന്നെ കൊടുത്ത് പൈസ വാങ്ങിക്കുകയും ചെയ്യുന്നു. അന്നേരം പക്ഷേ ഒരാളെ പിടിച്ചത് കൊണ്ട് കാര്യമില്ല, ബാക്കി 10 പേരും രക്ഷപ്പെടും, അതുകൊണ്ട് പുറത്തുനിന്ന് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ
നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന് അനുപല്ലവി പറയുകയാണ്. ഇതൊക്കെ രാമേട്ടൻ കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. അന്നേരം അനുപല്ലവി പറഞ്ഞത് ശരി തന്നെയാണ്, പക്ഷേ അത് നമ്മൾ പുറത്ത് നിന്ന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് അകത്ത് നിന്ന് അവരിൽ ഒരാളായിട്ട് കൂടെ നിന്ന് മുഴുവൻ അഴിമതിക്കാരെയും മുഴുവൻ പേരെയും പിടിച്ചാൽ മാത്രമേ ഇതിനൊരു അവസാനം ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ശാലിനി കണക്കൂട്ടുന്നുണ്ട്. എന്നിട്ട് കാഹളം കുമാരനെ ഫോൺ ചെയ്യുകയാണ്. അന്നേരം കുമാരനാണെങ്കിൽ ഒരു ഓട്ടോയിൽ ഇങ്ങോട്ട് പോയിരിക്കുകയാണ്. അന്നേരം എനിക്ക് കുമാരേട്ടൻ്റെ ഒരു സഹായം വേണം, സാധാരണക്കാരുമായിട്ട് ഇടപഴകുന്ന ഒരാളിൽ നിന്ന് മാത്രമേ ഇത് കിട്ടുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അന്നേരം മേഡം പറഞ്ഞാൽ മതി, എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. എങ്കിൽ നമുക്ക് ഉടനെ ഒന്ന് കാണണം എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ശാലിനി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. ഇത്രയുമാണ് ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത്. പക്ഷേ അന്നേരം ശാലിനി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ ശാലിനി ഇങ്ങനെ ഒരു സാധാരണ വേഷത്തിൽ പോകുന്നതും കാണിക്കുന്നുണ്ട്. ഒരു ഫ്ലാസ്കൊക്കെ ആയിട്ട് ഹാഫ് സാരിയൊക്കെ എടുത്ത് ഒരു സാധാരണ പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയൊക്കെ പോലെ ഇങ്ങനെ ഒരു പേഷ്യൻറ്റിൻ്റെ കൂട്ടിരിപ്പുകാരിയായിട്ട് ശാലിനി ഇങ്ങനെ ഹോസ്പിറ്റൽ വരാന്തയിലൂടെ പോകുന്ന സീനും കാണിക്കുന്നുണ്ട്. അത് അടുത്ത പ്രൊമോയിൽ കാണിക്കുന്നുണ്ട്. ഇവരൊരു സീൻ അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതായത് ഒരു രോഗിയുണ്ട്, എന്തൊക്കെയോ അസുഖമുള്ള ഒരു രോഗി ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. അയാൾക്ക് അസുഖം ഉണ്ടായിരിക്കാം. ശാലിനിയാണ് പക്ഷേ ആ കൂട്ടിരിപ്പുകാരിയായിട്ട് കൂടെ പോകുന്നത്. അന്നേരം ശാലിനി ഇങ്ങനെ ഫ്ലാസ്കൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. അന്നേരം ആ ഒരു തോമസ് കുര്യനെ അതേ ഡോക്ടർ തന്നെയാണ് കാണിക്കുന്നത്. പക്ഷേ കളക്ടറെ കണ്ടാൽ മനസ്സിലാവില്ലേ എന്നുള്ളത് അവിടെ ചോദ്യം തന്നെയാണ്. ശാലിനിയെ കണ്ടിട്ടുണ്ടല്ലോ തോമസ് കുര്യൻ, വേഷം മാറി എന്ന് വെച്ചാൽ ആളെ മനസ്സിലായിരിക്കണമെന്നില്ലല്ലോ. അന്നേരം ഈ ഡോക്ടറാണെങ്കിൽ ഇയാളെ എങ്ങനെ എന്തൊരു പേരും വിളിക്കുന്നുണ്ട്. അങ്ങനെ മകളോ പെങ്ങളോ ആയിട്ടാണ് ഇയാളുടെ ഈ പേഷ്യൻറ്റിൻ്റെ മകളോ പെങ്ങളോ ആയിട്ടാണ് ശാലിനി പോകുന്നതൊക്കെ. ഒരു അനസൂയ എന്തോ ഒരു പേര് വിളിക്കുന്നത് കാണിക്കുന്നുണ്ട്. അന്നേരം ശാലിനി അങ്ങോട്ടേ ചെല്ലുന്നുണ്ട്. അതായത് ഈ തോമസ് കുര്യൻ ഡോക്ടറാണെങ്കിൽ ഇയാളെ എങ്ങനെ കിടക്കുന്ന ആളിനെ ഇങ്ങനെ പരിശോധിക്കുകയാണ്. അന്നേരം ഇത് നിങ്ങളിങ്ങനെ നീട്ടിക്കൊണ്ട് കാര്യമില്ല, എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണമെന്നിങ്ങനെ ഡോക്ടർ പറയുന്നുണ്ട്. അന്നേരം ചെയ്യാൻ താല്പര്യമുണ്ട്, പക്ഷേ അതങ്ങോട്ട് ഒക്കുന്നില്ല എന്നിങ്ങനെ ആ ഒരു പൈസയുടെ പ്രശ്നം പാവപ്പെട്ട വീട്ടിലാണ് എന്നുള്ള രീതിക്കാണ് ശാലിനി ഇങ്ങനെ പെരുമാറുന്നതൊക്കെ. അന്നേരം ഈ ഡോക്ടറും കമ്പൗണ്ടറും കൂടി ഇങ്ങനെ നോക്കിക്കൊണ്ട് അറ്റൻഡറും കൂടി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഇത് കയ്യോടെ കണ്ടുപിടിക്കാനാണ് ഇവരിങ്ങനെ വേഷം മാറിയ ആ ഒരു കാഹളം കുമാരൻ്റെ ഏർപ്പാടിലുള്ള ആളായിരിക്കണേ രോഗിയായിട്ട് ഇവിടെ കിടക്കുന്നത്, ശാലിനി കൂട്ടിരിപ്പുകാരിയായിട്ട് പോകുന്നത്. അവരെ പിടിക്കാനുള്ള കളക്ടറുടെ ഒരു ബുദ്ധി. പക്ഷേ കളക്ടറെ കണ്ടാൽ തിരിച്ചറിയുമോ ഇല്ലയോ എന്നുള്ളതൊക്കെയാണ് നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ കാണാം. ഓക്കെ, താങ്ക് യു.